മൈ ഡിയർ പാരൻസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയ വലിയ കാര്യത്തിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മക്കൾ കളിക്കുന്ന സമയത്തൊക്കെ വീഴുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് നമ്പർ 1, കളിക്കുന്ന സമയത്ത് ഓടുന്ന സമയത്ത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് വീഴും. നമ്മളെന്തായാലും സേഫായ സ്ഥലത്താണല്ലോ അവരെ കളിക്കാൻ വിടുന്നത്. അവരൊന്ന് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യരുത്. അയ്യോ ഓടി ചെന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് പോസ് ചെയ്യുക. കാരണം അവരുടെ ആ വീണ സിറ്റുവേഷൻ നമുക്ക് കാണാമല്ലോ. ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം അവരുടെ അടുത്ത് ചെല്ലുക. അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും തംസപ്പ് കൊടുത്ത് കളിക്കാൻ വിടുക. നമ്പർ 2, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അത് ഡേഞ്ചറായിട്ടുള്ള വീഴ്ചയായിരുന്നോ അല്ലായിരുന്നോ നമുക്കറിയാം. അതിനെക്കുറിച്ച് അവരോട് പറയുക. കളിക്കുമ്പോൾ നമ്മൾ വീഴും, ചെറിയ സ്ക്രാച്ചൊക്കെ നമ്മുടെ ദേഹത്തുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അവർ വീണ്ടും കളിക്കും. അവർ ഉറപ്പായിട്ടും അതിൽ പിന്നെ അവർ വറിയടിച്ചിട്ട് അവർ നമ്മുടെ പുറകെ ഇങ്ങനെ പിണങ്ങി കരഞ്ഞൊരിക്കലും വരില്ല. ഫസ്റ്റ് നമ്മൾ പാനിക്കാവാണ്ടിരിക്കുക. നമ്മൾ പാനിക്കായാൽ അവരും പാനിക്കാവും. നമ്പർ 3, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യുക, ഒരു ഉമ്മ കൊടുക്കുക. ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ഭാവത്തിൽ അവരെ കളിക്കാൻ അനുവദിക്കുക. നമ്പർ 4, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ കളിക്കുന്ന സമയത്ത് ഇനി ചെറിയ വീഴ്ചകൾ, നമ്മുടെ സ്കൂളിലൊക്കെ പോയാലും അവിടെ ഇപ്പോൾ ഒന്നുകിൽ ലോൺ ആയിരിക്കും, അല്ലെങ്കിൽ സാൻഡ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അവരൊന്ന് ഓടുമ്പോഴോ ഒന്ന് തമ്മിൽ ഓടുമ്പോൾ ഒന്ന് തട്ടി വീഴുകയൊക്കെ ചെയ്താൽ അത് പ്രശ്നമില്ല. പക്ഷേ അത് വീട്ടിൽ വന്ന് അമ്മയോട് പറയുക, ഇങ്ങനെ വീണു എന്നുള്ള പറയുക. കളിക്കുന്ന സമയമായാലും പിന്നെ ടോയ്സിൻ്റെ മേളിലോ ഹൈറ്റിൻ്റെ മേളിലോ ഒന്നും കയറി ചാടാണ്ടിരിക്കുക. അതൊക്കെ ഡേഞ്ചറാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളോട് നോ പറയരുത്. നോ പറയുമ്പോൾ അപ്പം തന്നെ ആ അമ്മ നോ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ആ ഗ്രാൻഡ് പാരൻസ് നോ പറഞ്ഞതിൻ്റെ റീസൺ എന്തെന്നും കൂടി കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.